കോട്ടിങ് മാത്രമാണ്, ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ് വെച്ചതാണ്. നമ്മുടെ അലോയി ആയിക്കോട്ടെ ഒക്കെ റീപെയിൻറ്റ് ചെയ്ത് വെച്ചത്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ബോഡിയാണിത്, നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചാണ് ബോഡി. പക്ഷേ കമ്പനി ബോഡി കിട്ടിയിട്ടില്ല. സൈഡ് പാനലൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. കമ്പനി നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടാണ് കിട്ടിയത്. ഇത് അത്ര ക്വാളിറ്റി ഇല്ല. നെക്സ്റ്റ് ടൈം നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഒറിജിനൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭായി പറയുന്നുണ്ട് അത് അത്ര ഒരു ക്വാളിറ്റി ഇല്ല. തൽക്കാലം അത് ചെയ്ത് വെച്ച് ചെറിയൊരു ക്രാക്ക് വന്നിരുന്നു ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മുടെ സ്റ്റിക്കർ വർക്കിങ്ങിന് കൊണ്ടുവന്നതാണ്. സ്റ്റിക്കർ വർക്കിങ് നമ്മുടെ ടാങ്കൊക്കെ ഫുള്ള് റീപെയിൻ്റൊക്കെ ചെയ്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കരിഷ്മ 6 എൻ്റെ ലോഗോ മെയിൻ ഹൈലൈറ്റ് അതൊക്കെ സ്റ്റിക്കറൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റിക്കർ വർക്കിന് കയറ്റിയതാണ്. അപ്പോൾ അതാ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള നിലവിലുള്ള ലുക്കാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സൈഡ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 6 ഈ ഒരു ഭാഗത്തുള്ളത് അതും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 6 നമ്മുടെ മെയിൻ ലോഗോ 6 അതൊക്കെ ചെയ്യാണ് നമ്മൾ. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിയാണ്. അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ അത്യാവശ്യം ഡിമാൻഡാണ്. അപ്പോൾ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ 6 ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് വരികയാകുമ്പോഴാണ് നമ്മുടെ ടാങ്കിന് ഒരു പൂർണ്ണത കൈവരിക്കുള്ളൂ. അത് കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ പിന്നെ വിചാരിച്ച് നമ്മുടെ ഇൻഡിക്കേറ്റർ ഒന്ന് സ്മോക്ക് ചെയ്യിക്കാന്ന്. അപ്പോൾ അതിലുള്ളതാണ്, അതൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് പിന്നെ ഇൻഡിക്കേറ്ററിൽ സ്മോക്ക് ചെയ്യിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്ന് സ്മോക്ക് ചെയ്യിച്ച് പിന്നെ നമ്മുടെ വൈസറൊക്കെ ഫുൾ സ്റ്റിക്കർ ചെയ്താണ്. അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ വൈസറിൻ്റെ ഫ്രണ്ടിലുള്ള ഹീറോ സ്റ്റിക്കർ അതൊക്കെ നമ്മൾ ചെയ്താണ്. വൈസർ ആ നെട്ടും ബോൾട്ട് 2 കുറവുണ്ടായിരുന്നു. അതൊക്കെ പുതിയ തന്നെ ഫുള്ള് റീപ്ലേസ് ചെയ്ത് പുതിയ തന്നെ വാങ്ങിയിട്ട് സ്ക്രൂ ഒക്കെ മൊത്തത്തിൽ വന്ന് ആ ഹീറോൻ്റെ സ്റ്റിക്കറും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ലുക്കായി. ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്കാണ് നമ്മളെ വണ്ടി ഇപ്പോൾ എത്തിയത്. പിന്നെ ബാക്കിലെ ഇൻഡിക്കേറ്ററും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊന്ന് സ്മോക്ക് ചെയ്താൽ മൊത്തത്തിൽ ക്ലീൻ ആവും. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ നമ്പർ ബോർഡ് ഫിക്സ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് അതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക്. ഇതാണ് നമ്മുടെ വണ്ടിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലെ വീഡിയോസ് ആവശ്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സജീർ.